നമസ്കാരം, LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ രണ്ടാം ഘട്ട ചെലവ് പരിശോധിച്ചു. ചെലവ് നിരീക്ഷകൻ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തേലത്തുരുത്ത് ചിന്താ തിയേറ്റേഴ്സിന്റെ 45ാമത് വാർഷികാഘോഷത്തിന് തുടക്കമായി. കവി സുധാകരൻ മൂർത്തിയേടം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവിതരണ കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബോയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. പഴങ്ങനാട് സ്വദേശി ജോയ്സ് ജോർജിനാണ് മർദ്ദനമേറ്റത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ രണ്ടാം ഘട്ട ചെലവ് പരിശോധിച്ചു. ചെലവ് നിരീക്ഷകൻ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എറണാകുളം സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട ചെലവ് പരിശോധിച്ചു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട ചെലവ് പരിശോധന നടത്തി. ചെലവ് നിരീക്ഷകൻ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിശോധനയിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും പ്രതിനിധികളും പങ്കെടുത്തു. എല്ലാ ചെലവുകളും കണക്കിൽ ഉൾപ്പെടുത്തണമെന്നും കൃത്യമായ രീതിയിൽ ഫണ്ട് ക്രമീകരണം നടത്തണമെന്നും നിരീക്ഷകൻ ഏജന്റുമാർക്കും പ്രതിനിധികൾക്കും നിർദ്ദേശം നൽകി. ചെലവ് നിരീക്ഷക വിഭാഗം ഉദ്യോഗസ്ഥർ സൂക്ഷിക്കുന്ന ഷാഡോ രജിസ്റ്ററുമായി സ്ഥാനാർത്ഥികൾ തയ്യാറാക്കിയ ചെലവ് രജിസ്റ്റർ താരതമ്യപ്പെടുത്തുന്നതിനും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ അറിയിക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനാണ് പരിശോധന നടത്തുന്നത്. 3 ഘട്ടമായാണ് പരിശോധന. ആദ്യഘട്ടം പരിശോധന ഏപ്രിൽ 12 നടത്തി. മൂന്നാം ഘട്ട പരിശോധന 23 നടത്തും. സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് മുതൽ ഏപ്രിൽ 15 വരെയുള്ള കണക്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ പരിശോധിച്ചത്. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷക വിഭാഗം ഓരോ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് ചെലവുകൾ ദിവസവും കണക്കാക്കുകയും അതനുസരിച്ച് ഷാഡോ രജിസ്റ്റർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളും ചെലവ് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. ചെലവ് നിരീക്ഷക വിഭാഗം നോഡൽ ഓഫീസർ VN ഗായത്രി, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ R വിനീത് എന്നിവരടങ്ങിയ സംഘം മുഖ്യ നിരീക്ഷകനൊപ്പം പരിശോധനയിൽ പങ്കെടുത്തു. തേലത്തുരുത്ത് ചിന്താ തിയേറ്റേഴ്സിന്റെ 45ാമത് വാർഷികാഘോഷത്തിന് തുടക്കമായി. കവി സുധാകരൻ മൂർത്തിയേടം ഉദ്ഘാടനം ചെയ്തു. 4 നാൾ നീളുന്ന തേലത്തുരുത്ത് ചിന്താ തിയേറ്റേഴ്സിന്റെ 45ാമത് വാർഷിക ആഘോഷത്തിന് ജനകീയ കവിയരങ്ങിലൂടെ തുടക്കമായി. പാലക്കാട് ശ്രീകൃഷ്ണപുരം HSSലെ റിട്ടയർഡ് പ്രിൻസിപ്പാളും കവിയുമായ സുധാകരൻ മൂർത്തിയേടം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ ചില ദൗർബല്യങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. 45 വർഷമായിട്ട് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന, അതും മിക്കവാറും കവിയരങ്ങ് എല്ലാ വർഷങ്ങളിലും നടത്തുന്ന ഒരു സംഘടന. നമ്മനും കന്നുകൂട്ടുകാരൻ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, നമ്മൾ തോളിൽ കൈയിട്ട് നടക്കണം എന്ന് പറയുന്ന ഒരു ഐക്യത്തിൻ്റെ സന്ദേശം എത്ര സുന്ദരമായിട്ടാണ് ഈ നാടൻ പാട്ടിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെ നാടൻ പാട്ടുകളുടേതായൊരു രീതിയും ഉണ്ടായിരുന്നു. കൃത്യമായി എഴുതപ്പെടുന്ന, കൃത്യമായി വായിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന പൊതുധാരയിലുള്ള കവിതകൾ, അതിനു പുറമെ ഇത്തരം കവിതകളും ഉണ്ടായിരുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. കുമാരനാശാൻ്റെ ഈ വീണപൂവിന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം ഘട്ടം, കാവ്യജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുക എന്ന് പറയുന്ന കവിതകൾ വരുന്നത്. ഈ ദുരവസ്ഥയിലും ചണ്ഡാലഭിക്ഷുകയിലും അദ്ദേഹം വളരെ കൃത്യമായി കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ വിമർശിക്കുന്നുണ്ട്. BS ഷനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KO ബാബുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് 20ഓളം കവികൾ കവിതകൾ അവതരിപ്പിച്ചു. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ മുൻ ജില്ലാ കോർഡിനേറ്റർ ജയന്മാലിൽ കവിതകൾ അവലോകനം ചെയ്തു. തുടർന്ന് RK ലക്ഷ്മണന്റെ കഥാപ്രസംഗം അരങ്ങേറി. തുളസിത്തറയിലെ മൺതരികൾ ഒരു തുള്ളി വെള്ളം കാത്ത് വല്ലാതെ ദാഹിച്ചു നിൽക്കുന്നുണ്ട്. നിറം മങ്ങിയ നിലവിളക്ക് എണ്ണപ്പാടുകൾ അവശേഷിപ്പിച്ച് മുറിയിലെ മൂലയിൽ ഇരിപ്പുണ്ട്. കൂടെ വെള്ളമുണങ്ങിയ ഒരു വാൽക്കിണ്ടിയും. പെണ്ണുടൽ നുള്ളി നുള്ളി വഴിതെളിച്ചു വരവേ, പെണ്ണുടൽ നുള്ളി നുള്ളി വഴിതെളിച്ചു വരവേ, വള
മുളയിട്ട കയ്യിലെ ചിരട്ടത്തവി കണ്ട അന്യ വീട്ടിലെ അച്ചി എയ്ത ചോദ്യശരം. എനിക്കിനി പകർന്നേകുമൊരിറ്റു കനിവാർന്ന വാത്സല്യത്തെ നൂറുമാ സ്നേഹദുക്തമൊരിക്കൽ വറ്റാത്ത സ്നേഹചഷമാണ് അമ്മ എനിക്കേകിയ. ഭക്ഷ്യവിതരണ കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബോയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. പഴങ്ങനാട് സ്വദേശി ജോയ്സ് ജോർജിനാണ് മർദ്ദനമേറ്റത്. ഭക്ഷ്യവിതരണ കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബോയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. പഴങ്ങനാട് സ്വദേശി ജോയ്സ് ജോർജിനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ കാലടി ചെങ്ങലയിൽ ആയിരുന്നു സംഭവം. ഭക്ഷണം വിതരണം ചെയ്ത് മടങ്ങുന്നതിനിടെ കംപ്ലൈന്റായ ബൈക്ക് നോക്കുന്നതിനിടെ സമീപവാസികളായ 5ഓളം പേർ ചേർന്ന് ആക്രമിച്ചതായാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തിരിച്ചു വന്ന വഴിയാണ് ഫുഡ് കൊടുത്ത്, കാലടി കൊറ്റമ്മം കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുത്തത്. തിരിച്ചു വന്ന വഴി വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി ഇറങ്ങി നോക്കി. വണ്ടി നോക്കിയപ്പോൾ ഒരു പുള്ളി ജസ്റ്റ് വണ്ടി വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. നീ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഡെലിവറി ബോയ് ആണ്, ഞാൻ ഫുഡ് കൊടുത്ത് വന്ന വഴിയാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആർക്കാ ഫുഡ് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ആളുടെ അഡ്രസ്സ് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അഡ്രസ്സ് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ നമ്പർ ഇതാണ്, പക്ഷേ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ മുഖത്തിനിട്ട് ഒരു അടി അടിച്ചു, പിന്നെ ചവിട്ടി കൂട്ടി. എന്നിട്ട് എൻ്റെ വണ്ടിയുടെ താക്കോലൂരി. അപ്പോൾ തന്നെ എനിക്ക് ബർഗറിൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചു. ബർഗറിൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചു. പക്ഷേ എന്നെ അത് അവർ പോകാൻ സമ്മതിച്ചില്ല. പിന്നെ അയാളുടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഇത്തിരി മിടുക്കനായ ഇത്തിരി ആരോഗ്യപരമായിട്ടുള്ള പയ്യൻ. എന്നെ കഴുത്തിന് പിടിച്ച് ചേർത്തി അവിടെ കൊണ്ടുപോയി ഇത് ഉരച്ചു. എൻ്റെ തലയൊക്കെ പോറിയിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുഖത്തിനിട്ട് അടിച്ചു, ചവിട്ടി കൂട്ടി നിലത്തിട്ട്. എൻ്റെ കാലിലാണെങ്കിൽ നീരാണ്. പിന്നെ എൻ്റെ ഫോൺ ഇത് കണ്ടില്ലേ, അവൻ ചവിട്ടിയ ചവിട്ടലിന് പൊട്ടിയതാണ് മൊത്തം എൻ്റെ സ്ക്രീൻ. എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ ഇന്നലെ ഫ്ലോട്ടിങ് കാശായത്, അതായത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ 1400 സംതിങ് കാശ് അവൻ എടുത്തുകൊണ്ട് പോയി. രാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും പോക്കറ്റിലുണ്ടായിരുന്ന 1200ഓളം രൂപ നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. മുഖത്തും കാലിലും നെഞ്ചിലും പരിക്കേറ്റ ജോയ്സ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. കണ്ടാൽ അറിയാവുന്ന പ്രദേശവാസികളായ 5 പേർക്കെതിരെ കാലടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ 2ാം ഘട്ട ചെലവ് പരിശോധിച്ചു. ചെലവ് നിരീക്ഷകൻ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തേലത്തുരുത്ത് ചിന്ത തിയേറ്റേഴ്സിന്റെ 45ാമത് വാർഷികാഘോഷത്തിന് തുടക്കമായി. കവി സുധാകരൻ മൂർത്തിയേടം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവിതരണ കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബോയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി. പഴങ്ങനാട് സ്വദേശി ജോയ്സ് ജോർജിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.